ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന കാലം വീടിനോട് ചേർന്നാണ് അച്ഛൻ നടത്തിപ്പോന്ന ഒരു ചെറുകിട കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്യാൻ 4 പേരുണ്ട്. അവിടെ കുറേ കാലമായി പണിയെടുക്കുന്ന ആളാണ് ഗീതേച്ചി. എന്നെക്കാൾ ഒരു 10 വയസ്സെങ്കിലും അധികം കാണും ഗീതേച്ചിക്ക്. 2 പിള്ളേരുടെ അമ്മയാണെന്ന് കണ്ടാ പറയില്ല. കാരണം കണ്ടാൽ അത്രയും ചെറുപ്പമായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഗീതേച്ചിക്ക് ഒരു 40 വയസ്സിനോടടുത്ത് കാണും. കാണാൻ തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കമ്പനിയാണ് കക്ഷി. വീടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വരും. ഇടയ്ക്ക് അമ്മയ്ക്കൊരു സഹായവുമാണ്. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഡേറ്റിൽ അച്ഛനും അമ്മയും ഒരു ടൂർ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ വരാൻ പ്ലാൻ ചെയ്ത 2 ദിവസം മുൻപേ അവർ പോകും. കുഴപ്പമില്ല, വീടിന്റെ താക്കോല് ഗീതേച്ചിയെ ഏൽപ്പിക്കാമെന്ന് അമ്മ പറഞ്ഞു. അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ അവർ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും പോകുന്ന ദിവസം ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. അങ്ങനെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ആരും എടുത്തില്ല. കുറെ കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ഗീതേച്ചിയാണ് ഫോൺ എടുത്തത്. അച്ഛനും അമ്മയും നേരത്തെ തന്നെ ഇറങ്ങിയെന്ന് അവർ പറഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതി ഞാൻ ചോദിച്ചു, ഗീതേച്ചിക്ക് സുഖം തന്നെയല്ലേ? നമുക്കൊക്കെ എന്ത് സുഖം കുട്ടാ, അങ്ങനെ പോകുന്നു. ബാലേട്ടനും പിള്ളേരൊക്കെ എന്നാ പറയുന്നു? ഓ, ഒന്നും പറയണ്ട. ഇപ്പൊ കുടി തന്നെ കുടി. അതുകൊണ്ട് നമ്മളെയൊക്കെ നോക്കാൻ പുള്ളിക്ക് എവിടുന്നാ നേരം? അതൊക്കെ പോട്ടെ, കുട്ടന്റെ കാര്യമൊക്കെ പറ. അവിടെ സുഖിച്ച് നടക്കുവാണല്ലേ? ഞാൻ എന്ത് സുഖം ഗീതേച്ചി, ഫുൾ ടൈം പണിത്തിരക്കാ. പിന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള വെള്ളമടിയാണ് ആകെയുള്ള ആശ്വാസം. ഗീത, ഫ്രണ്ട്സ് ആണാണോ പെണ്ണാണോ? ഗീതേച്ചി ഒരു ചിരിച്ചുകൊണ്ടാണ് ഇത് ചോദിച്ചത്. ഓ, ഞാൻ 2 കൂട്ടരും ഉണ്ട്. ഞാനും ചിരിച്ചു. ഗീത, അപ്പൊ വെള്ളവടി മാത്രമല്ല എല്ലാം ഉണ്ടല്ലേ? ഞാൻ എന്തെല്ലാം? ഗീതേച്ചി, ഓ, ഒന്നും അറിയാത്തൊരു ചെക്കൻ. ഇത് കേട്ടതോടെ ഞാനൊന്ന് ഞെട്ടി. ഒന്ന് മയത്തിൽ പോയാൽ വല്ലതും നടക്കുമെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ പതിയെ വരാൻ തുടങ്ങി. ഒക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം ഗീതേച്ചി? അതിനൊക്കെ ഒരു യോഗം വേണ്ടേ? ഗീത, അപ്പൊ ആഗ്രഹമൊക്കെയുണ്ട്. യോഗം ഇല്ലാത്തതാണ് പ്രശ്നമല്ലേ? ഞാൻ, അത് തന്നെ. എന്നെങ്കിലും എനിക്കും യോഗം കാണുമല്ലേ? ഗീത, അതെ അതെ. നീ എന്നാ ഇവിടെ എത്തുക? കുറേ ദിവസം ഉണ്ടോ നാട്ടിൽ? ഞാൻ, മറ്റന്നാൾ രാവിലെ ഒരു 10 മണിയാകും. അന്ന് രാത്രി തന്നെ ഞാൻ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് മടങ്ങും. വെറുതെ ഒരു നേരം പോക്കിനായി ഞാൻ ചോദിച്ചു, ചെന്നൈയിൽ നിന്നും ഗീതേച്ചിക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ? ഗീത, എനിക്കൊന്നും വേണ്ട. ഇവിടെ വരുമ്പോ കുട്ടനെന്താ വേണ്ടത്? ഇതൊരവസരമായി എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് എന്തും ഗീതേച്ചി തരുമോ? ഗീത, പിന്നല്ലാതെ, ചോദിച്ചാ എന്തും തരും. ഞാൻ, ചോദിക്കാതെ തന്നെ മനസ്സിലാക്കി തരണം. അങ്ങനെയാ സ്നേഹമുള്ളവർ. ഇത് കേട്ട് ഗീതേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ തന്നിട്ട് എനിക്ക് പണിയാവോ? ഞാൻ, മിക്കവാറും പണിയാകും. ഗീത, എന്നാ പിന്നെ വന്നിട്ട് ആലോചിക്കാം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മൾ ഫോൺ വെച്ചു. എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമായി. ഒരു കളിക്കുള്ള എല്ലാ വാതിലും എൻ്റെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു. അങ്ങനെ ആ ദിവസം വന്നു. ഞാൻ രാവിലെ 10 മണിയോടെ വീട്ടിലെത്തി. പ്രതീക്ഷിച്ച പോലെ തന്നെ ഡോർ തുറന്നത് ഗീതേച്ചി തന്നെ. ആളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ടെൻഷൻ കയറി. ഒന്നും പറയാൻ പറ്റിയില്ല. ഒരു ചെറിയ ചെറിയ ചിരി അങ്ങ് പാസാക്കി ഞാൻ അകത്തേക്ക് കയറി. ഗീതേച്ചിക്കും മൊത്തത്തിൽ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നി. ഒന്നും പറയാതെ വാതിലും പിടിച്ചു നിന്നു. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് നടന്നു. മുകളിലാണ് എൻ്റെ മുറി. ഒരു തരം മരവിപ്പോടെ ഞാൻ സ്റ്റെപ്പ് കയറി. അപ്പോൾ പുറകിൽ നിന്നും ഗീതേച്ചി ചോദിച്ചു, ചായ കുടിച്ചതാണോ? കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ എടുത്തു വെക്കാം. ചായ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച്. ഞാൻ ട്രാക്കിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ കാരണം അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല. തിരിച്ചു നോക്കി ഞാൻ പറഞ്ഞു, നല്ല വിശപ്പുണ്ട് ഗീതേച്ചി. ഇനി കുളിച്ച് ഫ്രഷ് ആവാനൊന്നും സമയമില്ല. വേഗം എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്ക്. വിശന്നിട്ട് വയ്യ. ഒരു ചെറു പുഞ്ചിരിയോടെ ഗീതേച്ചി അടുക്കളയിലേക്ക് നടന്നു. ഞാൻ ഗീതേച്ചിയെ മതിവരുവോളം നോക്കി നിന്നു. ഒരു ബ്രൗൺ നൈറ്റിയാണ് ഗീതേച്ചിയുടെ വേഷം. വലിയ തടിയൊന്നുമില്ല ആൾക്ക്. മെലിഞ്ഞ ഇരുനിറമാണ്. എൻ്റെ നെഞ്ചോളം വരും നീളം. അത്യാവശ്യം മുടിയുണ്ട്. പുറകിലൂടെ പോയി കെട്ടിപ്പിടിച്ച് എന്നിലേക്ക് ചേർക്കാനാണ് എനിക്കപ്പം തോന്നിയത്. പക്ഷെ ഒന്നും നടക്കില്ല. എല്ലാം ആവേശവും ടെൻഷൻ കാരണം ഇല്ലാതാവുമെന്ന് തോന്നി. ഇനി എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണോ? ഒരു പിടിയും കിട്ടാതെ ഞാൻ തിരിച്ച് മുകളിലേക്ക് നടന്നു. റൂമിൽ ബാഗ് വെച്ച് ഞാൻ ആലോചന തുടങ്ങി. അധികം ആവേശം കാണിക്കണ്ട. കാത്തിരുന്ന് കാണാം. ഡ്രസ്സ് മാറി ഒരു ലുങ്കിയും ടീഷർട്ടും ഇട്ട് ഞാൻ താഴേക്ക് പോയി. മേശപ്പുറത്ത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗീതേച്ചി ചായയും കൊണ്ടുവന്നു. ഇപ്പോ എനിക്ക്
കുറച്ച് ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, "ഗീതേച്ചി കഴിച്ചോ?" ഗീത: "ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാടാ ഇറങ്ങിയത്. ഞാൻ ഒന്നുകൂടി കഴിച്ചോ? എനിക്കൊരു കമ്പനിയാകും." ഗീത: "വേണ്ടടാ കുട്ടാ, ഇനി ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പോ കമ്പനി തരാം." ഒരു ചെറു നാണത്തോടെ ഗീതേച്ചി പറഞ്ഞു. ആ ഒരു ഭാവം എനിക്ക് ആശ്വാസവും പ്രതീക്ഷയും തന്നു. ഞാൻ ചോദിച്ചു, "ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ?" ഗീത: "മീൻ കറിയുണ്ട്. കുട്ടന് വേറെ എന്തെങ്കിലും വേണോ?" ഞാൻ: "പ്രത്യേകിച്ചൊന്നും വേണ്ട. നിങ്ങൾ തരുന്ന എന്തും ഞാൻ കഴിക്കും." അതും പറഞ്ഞ് ഞാൻ ഗീതേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അവർ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കെ ഗീതേച്ചി ഹാളിലേക്ക് വന്നു. ചൂലുമായി അടുത്ത റൂമിലേക്ക് പോകാനാണ് പരിപാടി. ഞാൻ ചോദിച്ചു, "ഇന്ന് കമ്പനിയിൽ പണിയൊന്നുമില്ലേ?" ഗീത: "ഇന്ന് ഞാനും രാജേട്ടനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ലീവാണ്. രാജേട്ടൻ ഉച്ചയ്ക്ക് തന്നെ പോവും. അതുകൊണ്ട് അവിടെ പണി കുറവാ." ഞാൻ: "അപ്പോ ഗീതേച്ചിയും നേരത്തെ പോവോ?" ഗീത: "ഇല്ല, കുട്ടൻ്റെ ആവശ്യം കഴിഞ്ഞേ ഇനി ഞാൻ പോകുന്നുള്ളൂ." അത് പറയുമ്പോൾ ഗീതേച്ചിയെ ഞാൻ വല്ലാണ്ട് ശ്രദ്ധിച്ചു. ഒരു വല്ലാത്ത ആവേശം അവരിലുണ്ട്. എന്നെപ്പോലെ തന്നെ ട്രാക്കിൽ വീഴാൻ പാടുപെടുന്ന പോലെ. എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല. ഉച്ചകഴിഞ്ഞ് ഇവിടെ ആരും കാണില്ല. രണ്ടുപേർക്കും അങ്ങ് നല്ലോണം തരിച്ചു വരുന്നുണ്ട്. എനിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു തുടങ്ങി. ഫുഡ് കഴിച്ച് ഞാൻ എണീറ്റു. ഗീതേച്ചി വാഷ് ബേസിനടുത്ത് തന്നെ അടിച്ചാരുന്നു. ചെറിയൊരു ഇടവഴിയാണവിടെ. ഞാൻ മനഃപൂർവ്വം മുട്ടിയുരുമ്മി നടന്നു. ഗീതേച്ചി രണ്ടും കൽപ്പിച്ച് എനിക്ക് വേണ്ടി നിന്നു തരുന്ന പോലെ തോന്നി. അപ്പോഴാണ് പുറത്തു നിന്നും ഒരാൾ പെരുമാറ്റം കേട്ടത്. ഞാൻ വേഗം കൈ കഴുകി വീടിൻ്റെ മുന്നിലേക്ക് നടന്നു. അപ്പോഴേക്കും ഗേറ്റ് തുറന്ന് കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാജേട്ടൻ അവിടെ എത്തി. നമ്മൾ കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. രാജേട്ടൻ: "ഞാനിന്ന് നേരത്തെ പോകും. ടൗണിൽ പോയി കുറച്ച് ആവശ്യമുണ്ട്." അപ്പോഴേക്കും ഗീതേച്ചി അവിടേക്ക് വന്നു. ഗീത: "കുട്ടാ, ഞാൻ ഇന്ന് അപ്പുറത്തേക്ക് പോട്ടെ. ഉച്ചയൂണിന് സമയം ആകുമ്പോൾ വരാം." ഞാൻ: "കുഴപ്പമില്ല ഗീതേച്ചി, ഞാൻ എടുത്ത് കഴിച്ചോളാം." ഗീത: "ആഹാ, അപ്പൊ എനിക്ക് കഴിക്കാനൊന്നും തരില്ലേ?" ഞാൻ: "അയ്യോ സോറി, ഞാനത് മറന്നുപോയി." എനിക്ക് പറ്റിയ അമളി കണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. രാജേട്ടൻ്റെ പുറകിലായി ഗീതേച്ചി നടന്നു പോകുന്നത് ഞാൻ നോക്കി നിന്നു. ഗേറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഗീതേച്ചി എന്നെ കൊതിയോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ 2 മണിക്കൂർ തള്ളി നീക്കാൻ ഞാൻ പാടുപെട്ടു. എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് എനിക്കൊരു സംശയവും ഇല്ലായിരുന്നു. എങ്ങനെ തുടങ്ങണമെന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. ഓരോന്ന് ആലോചിച്ച് എനിക്ക് ആകെ മൂഡ് കയറി. രാവിലെ മുതൽ അതങ്ങനെ തന്നെയാണ്. ഓഹ് എൻ്റമ്മോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സമയം 1:30 ആയപ്പോഴേക്കും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഹാളിൻ്റെ ഡോറ് തുറന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ വരുന്നു. ഗീതേച്ചി ചോദിച്ചു, "എനിക്ക് തരാൻ കുട്ടൻ എല്ലാം കഴിച്ചോ? എനിക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ?" ഞാൻ: "ഇനി ഞാനൊന്നും തരില്ല. വേണ്ടതൊക്കെ എടുത്ത് കഴിച്ചോണം." അപ്പോഴേക്കും ഗീതേച്ചി അകത്തേക്ക് കയറി വന്നു. ഞാൻ ഡോറടച്ച് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. സമയം തീരെ കളയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം മേശപ്പുറത്ത് വച്ചിരുന്നു. ഇത് കണ്ട് ഗീതേച്ചി പറഞ്ഞു, "കുട്ടൻ ആള് കൊള്ളാമല്ലോ. കാര്യപ്രാപ്തിയൊക്കെയുണ്ട്. കുട്ടനെ കിട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം." ഞാൻ: "അങ്ങനെയാണോ? എന്നാ കുറച്ച് ഭാഗ്യം അങ്ങ് തരട്ടെ." ചിരിച്ചുകൊണ്ട് ഗീതേച്ചി പറഞ്ഞു. "അപ്പോ വിശപ്പൊന്നും ഇല്ലേ? കഴിക്കണ്ടേ?" ഞാൻ: "ഉണ്ട്, നല്ല വിശപ്പുണ്ട്. രാവിലെ മുതൽ ഞാൻ തിന്നാൻ പോകുവാ." അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഗീതേച്ചിയുടെ മുന്നിൽ ചേർന്ന് നിന്നു. അവർ മേശയിൽ തട്ടി എന്നെ മുട്ടി നിന്നു. രണ്ടുപേരുടെയും ശ്വാസത്തിന്റെ വേഗത കൂടി. ഞാൻ എൻ്റെ 2 കൈയും എടുത്ത് ഗീതേച്ചിയുടെ തോളത്തിട്ടു. എന്നിട്ട് മുഖത്തോട് മുഖം നോക്കി ഞാൻ ചോദിച്ചു, "ഗീതേച്ചി, വേണ്ടേ?" എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ആവേശത്തോടെ പറഞ്ഞു, "വേണം കുട്ടാ, എനിക്ക് എല്ലാം വേണം. നിന്നെ ഞാനിന്ന് തിന്നും." അങ്ങനെ ഞങ്ങൾ തമ്മിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവരുടെ കാതുകളിൽ മന്ത്രിച്ചു, "ഞാൻ ഗീതയെന്ന് വിളിച്ചോട്ടെ?" അവളൊന്ന് മൂളിക്കൊണ്ട് എന്നെ വീണ്ടും നുകരാൻ തുടങ്ങി.